നമസ്കാരം, ഞാൻ പ്രയാഗ്. എ ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്. പുതുതായിട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ, കൊമേഴ്ഷ്യൽ, ഡൊമസ്റ്റിക് പ്രൊജക്റ്റുകളുടെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളും അതിൻ്റെ പാനൽ ബോർഡിൻ്റെ മാനുഫാക്ചറിങ്ങും ഇൻസ്റ്റലേഷൻസും ചെയ്തു വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊഡീഷ്യയിലാണ്. കൊഡീഷ്യയിലെ ഇലക്ട്രോടെക് എന്നുള്ള എക്സ്പോയിലാണ്. അത് ഇലക്ട്രിക്കലിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സിബിഷനാണ് എല്ലാ വർഷവും ഇവിടെ നടക്കുന്നത്. നമുക്ക് പുതുതായിട്ട് എന്തൊക്കെ ടെക്നോളജിയിലാണ് ഇലക്ട്രിക്കൽ മേഖലയിൽ വരുന്നത് നമുക്ക് നേരിട്ട് കണ്ടറിയാനും അതുപോലെ അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു അവസരമാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് മേഖലയിൽ ഇന്നിപ്പോൾ ഇവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയൊരു തോട്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മുടെ പ്രൊജക്റ്റുകൾ, അതിൻ്റെ അപ്ഡേഷൻസ്, അതുപോലെ പുതുതായിട്ട് വരുന്ന നമുക്ക് കിട്ടുന്ന അറിവുകളൊക്കെ മറ്റുള്ളവരിലേക്ക്, അതായത് ഇലക്ട്രിക്കൽ മേഖലയിലായിട്ട് നിൽക്കുന്നവർക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഷെയർ ചെയ്യുക എന്നുള്ളൊരു ചിന്ത എനിക്കിവിടെ നിന്നപ്പോൾ തോന്നി. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെക്നിക്കൽ, അതായത് ഇലക്ട്രിക്കൽ പാനൽ ബോർഡ്, അതുപോലെ ഇൻസ്റ്റലേഷന്, നമ്മുടെ ഒരു ഹൈറൈസ് ബിൽഡിങ് അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രികളൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഇലക്ട്രിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട സാധാരണ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതിൻ്റെ കൂടുതൽ നോളജ് എത്തുക, അതുപോലെ ക്ലയൻസിന് അതിൻ്റെ കൂടുതൽ നോളജ് എത്തുക എന്നൊരു ആശയം എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ഔദ്യോഗികമായിട്ട് നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റിൻ്റെ അപ്ഡേഷനും പുതുതായിട്ട് ഇലക്ട്രിക്കൽ മേഖലയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ ടെക്നോളജീസ്, ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്കും അറിയാനുള്ളൊരു സൗകര്യം നമ്മുടെ ഈ ചാനലിലൂടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തും കൂടെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയിലാണ് അറിവ് വേണ്ടത്. അപ്പോൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയകളുണ്ട്. എല്ലാ ഏരിയയിലും ഞാൻ എക്സ്പെർട്ടായിട്ടുള്ള ആ ഒരു മേഖലയിലായിരിക്കും ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും. ടെക്നിക്കൽ ലെവലിൽ ഒരുപാട് നോളജുള്ള ആളുകളുമായിട്ട് ഞാനത് സംസാരിച്ചിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ മേടിച്ചതിന് ശേഷം അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും. ഞാനല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്സുകളായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്തൊക്കെയായാലും നമുക്കൊരു കൂടുതലായിട്ടും ഈ മേഖലയിൽ വരുന്ന ഒരു ടെക്നോളജി, ആ ടെക്നോളജിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം വീഡിയോ ആയിട്ടൊന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്, മൊത്തത്തിലെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്കൊന്ന് കാണാം. കണ്ടതിന് ശേഷം നിങ്ങൾ കാണാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം, കണ്ട കാര്യങ്ങളാണെങ്കിൽ നമുക്കൊന്നുകൂടി അതൊന്ന് റീഫ്രഷ് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് കിട്ടും. ഞാനിപ്പം ഋത്വിക് പൈപ്പിൻ്റെ സ്റ്റോളിലാണ് നിൽക്കുന്നത്. അദ്ദേഹം വേണു സാർ ഒരു മലയാളിയാണ്. ഇവരുടെ ഫാക്ടറി വന്നിരിക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമ്മുടെ ഈ പൈപ്പ് വെറുതെ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് ബെൻഡ് ചെയ്ത് ഇവരിങ്ങനെ ടൈ ഒക്കെ അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വർക്കിൽ, കാരണം ലൈറ്റ് വയറിങ്ങിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, പ്ലംബിംഗ് വർക്കിലും പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും ഇതിൻ്റെ ഗുണമേന്മയൊക്കെ നമുക്കറിയാം. നമ്മൾ മോശം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മുടെ വർക്കിനെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് വേണു സാറിനോട് തന്നെ ചോദിക്കാം, എന്താണ് ഇവരുടെ പ്രത്യേകത, മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് സാറ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദിക്കാം. സാർ പറയൂ, എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രത്യേകതകൾ? നമ്മൾ ISI മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫുൾ ISI റേഞ്ചാണ്. പ്ലംബിംഗ് പൈപ്പ് വന്ന് 20 mm മുതൽ 250 വരെ എല്ലാ ക്ലാസ് പൈപ്പുകളുമുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 16 to 25 വരെ എല്ലാം ഫുൾ ISI ആണ്. ലൈറ്റ്, മീഡിയം, ഹെവി എല്ലാം ഉണ്ട്. ഓക്കെ, അതാണ് പ്രത്യേകത. മറ്റ് പൈപ്പുകളെ അപേക്ഷിച്ച് ISI മാത്രമാണ്. പൊതുവെ ISI പൈപ്പ് കിട്ടുന്ന കാര്യം വളരെ കുറവാണ്. നമ്മൾ ISI മാത്രം, ക്വാളിറ്റി ബേസ് ചെയ്തുകൊണ്ട് ISI മാത്രമാണ് ക്വാളിറ്റി മാത്രം ബേസ് ചെയ്തുകൊണ്ട് ISI മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ. ഈ വയറിങ്, ഇപ്പോൾ ഞാൻ കൂടുതലും ഇലക്ട്രിക്കൽ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് വയർ ചെയ്യുമ്പോൾ പലപ്പോഴും പൈപ്പ് ബെൻഡ് ചെയ്യുമ്പം പൊട്ടാറുണ്ട്, കറക്റ്റ് ഫ്ലെക്സിബിലിറ്റി കിട്ടാറില്ല എന്നൊക്കെ സ്റ്റാഫ് പലപ്പോഴും പറയാറുണ്ട്. അത് ഫില്ലർ അധികം ആഡ് ചെയ്യുമ്പോഴാണ് ഇത് പിന്നെ നമുക്ക് ഇത്രയും ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നത്. ഫില്ലറിന് ഒരു കിലോയ്ക്ക് 15 രൂപ വരുമ്പോൾ PVC റെസിനാണ് മെയിൻ കണ്ടന്റ്. അത് ഒരു 100 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. എന്നാൽ അത്രയും റേറ്റ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഫില്ലർ കൂടുതൽ ആഡ് ചെയ്യും. നമ്മൾ ഫില്ലർ ആ ഒരു നിശ്ചിത അളവിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ, ISI പ്രകാരം മാത്രമേ ചെയ്യുന്നുള്ളൂ. അന്നേരം അതിൻ്റെ ക്വാളിറ്റി പേയ്മെൻറ്റ്. ഓക്കെ. അപ്പോൾ എന്തായാലും ബെസ്റ്റ് വിഷസ്. നമ്മൾ അടുത്ത സ്റ്റോളിലേക്ക് വന്നിരിക്കുകയാണ്. 3SI ഇക്കോ പവർ, ഒരു ട്രാൻസ്ഫോമർ കമ്പനിയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതൊരു ഔട്ട്ഡോർ ട്രാൻസ്ഫോമറാണ്. നമ്മൾ പലപ്പോഴും കാണുന്ന ഔട്ട്ഡോർ ട്രാൻസ്ഫോമറിൽ നമ്മൾ കണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇതിലില്ല. ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു കോമ്പാക്റ്റ് രൂപമാണ്.
എന്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് നമുക്ക് ഇതിൻ്റെ നിർമ്മാതാക്കളോട് തന്നെ ചോദിക്കാം. സാറേ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് ട്രാൻസ്ഫോമർ? The speciality of this transformer is compact size. Okay, unlike the conventional transformer, this doesn't have a conservator and there is no separate radiator. The radiators are fitted in the tank body. Okay. That is the speciality. Okay. Special equipment called DGPT, which comes with this only with this transformer. This comes instead of the book holes relay and pressure relief valve and all those things. Okay. This will measure the temperature and pressure and all those things. So you don't need a book holes relay which need to be fitted inside the conservator. Okay. So this comes with this. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. Thank you. Thank you. നമ്മുടെ ട്രഡീഷണൽ ട്രാൻസ്ഫോമർ, നമ്മൾ നോർമലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോമർ നമുക്കറിയാം. ഇത് ബുക്ക് ഹോൾസറിലെ കൺസർവേറ്റർ, ബ്രീത്തർ, ഈ കാര്യങ്ങൾ നമ്മൾ മുമ്പ് കണ്ട ആ ട്രാൻസ്ഫോമറിലില്ല. ആ ഒരു കോമ്പാക്റ്റ് സൈസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് സാറ് നമ്മളോട് ഷെയർ ചെയ്തത്. എന്തായാലും ഇത്തരം പുതിയ അനുഭവങ്ങൾ നമുക്ക് ഇലക്ട്രിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമാവും. ഇത് കാണുന്ന നിങ്ങൾക്കും ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു. നമ്മൾ അടുത്ത ഒരു സ്റ്റോളിലെത്തി, കേരളത്തിൽ നിന്നുള്ള മറ്റൊരു സ്റ്റോളിലെത്തിയിരിക്കുകയാണ്. യൂണിടെക് ട്രാൻസ്ഫോമർ. നമുക്കെല്ലാം അറിയാം, നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ഇൻഡസ്ട്രിയലിലും കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ട്രാൻസ്ഫോമറുകൾ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് യൂണിടെക്. അപ്പം യൂണിടെക്കിൻ്റെ മാർക്കറ്റിംഗ്, B2B മാർക്കറ്റിംഗ് മാനേജർ ഹന്ന മാഡം നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമുക്ക് യൂണിടെക് ട്രാൻസ്ഫോമറിനെ നമുക്ക് അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും എന്താണ് സ്പെഷ്യാലിറ്റി, ഏതൊക്കെ ടൈപ്പ് ട്രാൻസ്ഫോമറുകളാണ്? കാരണം കേരളത്തിൽ നിന്ന് നമ്മുടെ തമിഴ്നാട്ടിൽ, അതുപോലെ നമ്മുടെ ഈ എക്സ്പോയിൽ വന്ന് അവിടെ ഒരു പ്രസൻസ് അറിയിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഒരു വലിയ രീതിയിലാണ് യൂണിടെക് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് അവരുടെ പദ്ധതികൾ, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ എന്തൊക്കെയാണ്, എങ്ങോട്ടൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മാഡത്തിൽ നിന്നറിയാം. ഓക്കെ, ഹായ്, ഞാൻ ഹന്ന. നമുക്ക് ട്രാൻസ്ഫോമർ 2 ടൈപ്പാണുള്ളത്. ഡ്രൈ ടൈപ്പ്, അതുപോലെ തന്നെ ഓയിൽ കൂൾഡ്, അതുപോലെ തന്നെ നമ്മൾ കോമ്പാക്ട് സബ്സ്റ്റേഷൻ, അതുപോലെ തന്നെ VCB പാനൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ട്രാൻസ്ഫോമർ കേരളത്തിൽ മാത്രമല്ലല്ലോ നമ്മൾ നോക്കുന്നത്, നമുക്ക് ഓൾ ഓവർ ആണ് നമ്മളുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ആവാൻ നമ്മൾ നോക്കുന്നതിന്. അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു സംരംഭം ഇപ്പം നമ്മൾ ആഫ്രിക്കയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂണിടെക് ട്രാൻസ്ഫോമർ ആഫ്രിക്ക ലിമിറ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് വലിയൊരു കമ്പനി ആവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണ് കൂടുതൽ കേരളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്? കേരളത്തിൽ പൊതുവേ ഓയിൽ കൂൾഡ് ആണെങ്കിലും, പക്ഷേ ഇപ്പോൾ ഡ്രൈ ടൈപ്പിന് കൂടുതൽ മുൻഗണന നമുക്ക് കയറി വരുന്നുണ്ട്. നമുക്ക് കുറേ എസ്റ്റീംഡ് കസ്റ്റമേഴ്സ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമുക്ക് പേരെടുത്ത് പറയുകയാണെങ്കിൽ TCS, അതുപോലെ തന്നെ ലുലുമോൾ, അതുപോലെ തന്നെ ടാറ്റ പവർ സോളാർ, നമ്മളതുപോലെ വലിയ വലിയ കമ്പനീസിനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ കയറി വരുന്നതേ ഉള്ളൂ. പക്ഷേ വി ഹാവ് ലോട്ട് ഓഫ് എസ്റ്റീംഡ് കസ്റ്റമേഴ്സ്. ഈവൻ നമുക്ക് അബ്രോഡും ഉണ്ട്, മീൻസ് ആഫ്രിക്കയിലും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഓവർ ഇന്ത്യയിലും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് കണ്ടതിൽ സന്തോഷം. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. യൂണിടെക്കിന് ആശംസകൾ. നമ്മൾ അടുത്ത സ്റ്റോളിൽ എത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റോള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ EV ഇലക്ട്രിക്കൽ വെഹിക്കിൾ, അതിൻ്റെ ചാർജിങ് സ്റ്റേഷന്, സോളാർ എന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും നമുക്കറിയാം ഇനി ഒരു EV യുഗമാണ് വരാൻ പോകുന്നത്. ഞാനൊരു ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് 2 കാറുണ്ട് EV. ശരിക്കും EV ഉപയോഗിക്കുമ്പം അതിൻ്റെ ഒരു കംഫർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ലോ കോസ്റ്റും മെയിൻ്റനൻസ് കുറവൊക്കെ നമുക്ക് അത് ആളുകളിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഇലക്ട്രോ ടെക് ഈ എക്സ്പോയിൽ EV ചാർജിങ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഒരു സ്റ്റോളുണ്ട്. അപ്പോൾ അവരുടെ കമ്പനിയുടെ പേര് ലക്ഷ്മി ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റം. ലക്ഷ്മി ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റം കോയമ്പത്തൂരാണ്. ഇവിടെ ഒരു ചാർജർ വെച്ചിരിക്കുന്ന 60 kWൻ്റെ 2 ചാർജറാണ്. 60 + 60 120. 60 + 60 120 kW. 60 + 60 120, അതായത് 60 kWൻ്റെ 2 വെഹിക്കിൾ ഒരേ സമയത്ത് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ നാട്ടിൽ കേരളത്തിലെ ഒരുപാട് ചാർജിങ് സ്റ്റേഷനുകൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ലാസ്റ്റ് ചെയ്തത് 30 + 30 ആണ്. 60 kW ആണ് അറ്റ് എ ടൈം നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇത് 60 + 60 എടുക്കാം, 120 kW അറ്റ് എ ടൈം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, കമ്പനിക്കാരോട് തന്നെ ചോദിക്കാം. സർ, വാട്ട് ആർ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് യുവർ ചാർജർ? So major features like we are totally making in India. Totally make in India. Make in India product, and we are making it in Coimbatore itself. Okay. So we are based out of Lakshmi Mills Groups.
so which we have a heritage of 40 years of service in this field. Right now we are manufacturing these chargers, especially for EVs, so which we can do it like for cars and above, for 4-wheeler especially. So where we have two types of chargers, so AC and DC type chargers. AC are like slow chargers, and DC are fast charging stations. So we have two of those. So this is 120 kilowatt chargers. So where we have like two guns, obviously 60 plus 60, where we can charge like 2 cars at the time. Like you can park it and you can. So for here, like we have a business opportunity to people to engage in charging stations. So where we get customers, and customers will deploy our machines in their own field, and with the power from the grid, they will take power from the grid and they will deploy in their place, where like they will charge some money from customers who have been charging, and like they will get it like with the benefit of like around 40% of profit from whichever, like if we charge for 1,000 rupees, they will get around like 400 rupees as a profit, net profit amount. So which we have an ROI of return of investment within like 2.5 years of span approximately. So right now we are having this chargers like installed all over India with 50 to 100 numbers we already been installed. Already installed 50 to 100 numbers of this type we are already installed all over India. What about the cost 60 plus 60? So this cost around 11 to 13 lakhs. It depends on the customization. 11 to 30. 11 to 30 lakhs approx. What about the cost of 30 plus 30? So 30 plus 30 is 60, which we have over there. So that is cost around 8 lakhs. 8 from lakhs. 8 to 9 lakhs. So approx. What about the cost of 30 kW This single is 22 kilowatt charger. 22. Oh. 22 kilowatt, this charge around 60,000 rupees. Starts from 60,000 rupees. Okay. We also have some portable chargers. Okay. Which is like from 3.3 kilowatt. So this is small ones. 3.3. 3.3. So with this starts from 15,000 rupees. 15,000 rupees. 15,000 rupees. So which is of AC type, kind of slow charger. So where we do like for cars, for portable applications. For emergency purpose, we carry over to some places for chargers especially. We have our AC chargers. So this is of 22 kilowatt, which we used to give in resorts. Okay. For resorts, we have like overnight stay people. Like this will charge around 6 to 8 hours, like kind of slow charger. So which is like all resort kind of people will mostly prefer this. So they will plug in the night, and overnight it will charge. And this has also an like commercial purpose. Like you have connectivity over here. So which you can use your RFID cards or app. Through app you can do everything. So this will connect it to cloud, through cloud. So you will get it on your phone. Like if you are a owner, like you will get everything on your phone, and you can do it everything in your phone itself. Okay. 25. 22 kilowatt. 22 kilowatt. Price? This price around 60 to 80,000. 60 to 80,000. So depend on customers' specifications, we used to give in different prices. So we can do it on customer's name as well. So white labeling is also possible. Okay. So for everything, you have all this connectivity through OCCP system. So this is CMS connectivity through OCCP. Like we have different software for that. So you can access everything through your app, and you can find where your charges are. Through one app, you can do everything there. So it's user-friendly system for a user as customer and a owner. For both, it will be like very useful. So no need of any maintenance, major maintenance and everything. You just need a power connection, a shed, and space to park in. So that's kind of the business thing. Sir, please tell us your website ID. Website ID. So it's www.lecsindia.com. Okay. www.lecsindia.com. You can വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് മനസ്സിലായത് ഈ ഒരു എക്സിബിഷനിൽ നിന്ന് കിട്ടിയത് ആസ് എ EV യൂസർ, ഞാനൊരു EV യൂസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് ചാർജറുകൾ കിട്ടും, അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഹൈ കോസ്റ്റിലാണ് എല്ലാം നിൽക്കുന്നത്. പതിയെ കുറഞ്ഞ സാധാരണക്കാർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് നമ്മുടെ EV ചാർജിങ് സിസ്റ്റമും മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.